തുടർച്ചയായ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ വരികയും ഇൻഡെക്സ് 0.69% ഇടിഞ്ഞ് 23,526 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് മിഡ് ക്യാപ് ഇൻഡെക്സിലും സ്മോൾ ക്യാപ് ഇൻഡെക്സിലും സെൽ ഓഫ് പ്രകടമായിരുന്നു. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ 1% ഇടിഞ്ഞു. സെക്ടോറിയൽ ഇൻഡിസസ് പരിശോധിച്ചാൽ FMCG ഒഴികെ മറ്റെല്ലാ സെക്ടറുകളും അണ്ടർ പെർഫോം ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 1% ഇടിഞ്ഞപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ 2% ഇടിയുകയും IT, മെറ്റൽ, PSU ബാങ്ക് തുടങ്ങിയ ഇൻഡെക്സുകൾ ഓരോ ശതമാനത്തോളം ഇടിയുകയും ചെയ്തു. ആദ്യം തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ തുടരുന്ന സെല്ലിംഗ് പ്രഷറിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ കാരണം ക്വാർട്ടർ 3 റിസൾട്ട് സെഷൻ തന്നെയാണ്. ക്വാർട്ടർ 3 റിസൾട്ട് സെഷൻ ആരംഭിക്കാനിരിക്കെ ഇൻവെസ്റ്റേഴ്സ് കോഷ്യസ് അപ്രോച്ചാണ് വെച്ച് പുലർത്തുന്നത്. ഇത് മാർക്കറ്റിൻ്റെ വീക്ക്നെസ് വർദ്ധിപ്പിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുന്നു. രണ്ടാമത്തേത് അമേരിക്കയുടെ ബോണ്ട് ഈൽഡിലും ഡോളർ ഇൻഡെക്സിലും ഉണ്ടായ വർധനവാണ്. ഡോളർ ഇൻഡെക്സ് 108 എന്ന ലെവലിലേക്ക് എത്തുകയും അമേരിക്കയുടെ 10 വർഷത്തെ ബോണ്ട് ഈൽഡ് 4.67% ഉയരുകയും ചെയ്തത് മാർക്കറ്റിൽ നിന്നും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മണി ഔട്ട്ഫ്ലോയ്ക്ക് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു. ജനുവരി 8 ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും 12,000 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. കൂടാതെ 2024-25 വർഷത്തിൽ ഇന്ത്യയുടെ GDP 8.2% നിന്നും 6.4% ഇടിയുമെന്ന് പല അനലിസ്റ്റുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എക്കോണമിയുടെ സ്ലോ ഡൗണും മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കൺസേണായി മാറിയിട്ടുണ്ട്. അമേരിക്കയിൽ ട്രംപ് അധികാരമേറ്റെടുക്കുന്നതോടുകൂടി താരിഫ് ലെവലുകളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലും ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ കോഷ്യസ് അപ്രോച്ചാണ് വെച്ച് പുലർത്തുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 23,600 എന്ന സപ്പോർട്ട് മാർക്കറ്റിന് നഷ്ടമായി. 23,500 പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. 23,500 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ 23,400, 23,375 തുടങ്ങിയ ലെവലുകളിലേക്ക് ഇൻഡെക്സ് ഇടിയാനും സാധ്യതയുണ്ട്. 23,650 എന്ന ലെവൽ മാർക്കറ്റ് തിരികെ പിടിക്കുകയാണെങ്കിൽ 23,800, 24,000 തുടങ്ങിയ ലെവലുകളിലേക്ക് മാർക്കറ്റ് നീങ്ങുകയും 23,500-നും 24,200-നും ഇടയിലുള്ള റേഞ്ച് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഇന്ന് എല്ലാവരും കാത്തിരുന്ന ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് TCSൻ്റെ ക്വാർട്ടർലി റിസൾട്ട്. ക്വാർട്ടർലി റിസൾട്ട് വരുന്നതിന് മുന്നോടിയായി സ്റ്റോക്ക് 1.5% ഇടിഞ്ഞ് 4,044 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 52 വീക്കിലോ 3,591, 52 വീക്ക് ആയി 4,592. ക്വാർട്ടർലി റിസൾട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കമ്പനി 66 രൂപയുടെ ഡിവിഡൻറ്റും 10 രൂപയുടെ സ്പെഷ്യൽ ഡിവിഡൻറ്റും പ്രഖ്യാപിച്ചു എന്നതാണ്. TCSൻ്റെ ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം കമ്പനി മികച്ച ഡിവിഡൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിവിഡൻറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജനുവരി 17 ഡിവിഡൻറ്റ് പേ ഔട്ട് ഡേറ്റ് ഫെബ്രുവരി 3. ഇനി ക്വാർട്ടർലി റിസൾട്ടിലെ ഹൈലൈറ്റിലേക്ക് കടക്കാം. ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 12%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 4% വർദ്ധിച്ചു. 11,058 കോടിയിൽ നിന്നും 12,380 കോടിയിലേക്കാണ് TCSൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നത്. മാർക്കറ്റ് 12,308 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ട് കമ്പനിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. കൂടാതെ റവന്യൂ 6% വർദ്ധിച്ച് 60,583 കോടിയിൽ നിന്നും 63,973 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ട് മികച്ചതായതുകൊണ്ട് നാളെ സ്റ്റോക്കിൽ ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ TCSൽ നിന്നും പ്രതീക്ഷിക്കാം. മാനേജ്മെൻറ്റിൻ്റെ കമൻറ്ററി നമ്മൾ പരിശോധിച്ചാലും TCSൻ്റെ പെർഫോമൻസ് മാർക്കറ്റ് എസ്റ്റിമേഷനേക്കാൾ മികച്ചതായിരുന്നു. കൂടാതെ BFSI, CBG തുടങ്ങിയ സെക്ടറുകളിൽ കമ്പനി മികച്ച രീതിയിൽ റിക്കവർ നടത്തിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നോവേഷൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിക്ക് കൂടുതൽ ഓർഡറുകൾ ലഭിക്കുന്നുമുണ്ട്. ഓർഡർ ബുക്കിലും ഇമ്പാക്റ്റ് കാണാൻ സാധിക്കും. $8.6 ബില്യൺ നിന്നും ഓർഡർ $10.2 ബില്യൺ ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ $8.1 ബില്യൺ നിന്നും ഓർഡർ ബുക്ക് $10.2 ബില്യൺ വളർന്നിരിക്കുന്നത്. TCSൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ 24.5% ഉയർന്നിട്ടുണ്ട്. 40 ബേസിസ് പോയിൻറ്റിൻ്റെ വർധനവ് സീക്വൻഷ്യലി ക്വാർട്ടർലി റിസൾട്ടിൽ കാണാൻ സാധിക്കും. അതേസമയം റവന്യൂ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ റവന്യൂ ഗ്രോത്ത് മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ താഴ്ന്ന ലെവലിലുമാണ്. TCS 4,500-നടുത്ത് ഒരു ഡബിൾ ടോപ്പ് രീതിയിലുള്ള ബിയറിഷ് ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്ത് നെക്ലൈൻ സപ്പോർട്ടിനടുത്തേക്ക് എത്തി. 4,000 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. 4,000 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ 3,750 അടുത്ത സപ്പോർട്ട്. 4,000-ന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ 4,250 സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.